ഹായ് എവ്രി വൺ, എമർജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പല ആളുകളും IT ഫീൽഡിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ. ഈ IT ഫീൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്നത് കോഡിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സയൻസ് അങ്ങനെ പലതും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതൊന്നും അല്ലാതെ ക്രിയേറ്റീവ് ഏരിയയിൽ തന്നെ പലർക്കും അറിയാതെ പോകുന്ന ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള ഏരിയാസ് വേറെയും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് UIUX. UIUX എന്താണെന്നും UIUX എന്ന് കേട്ടിട്ട് കൂടി ഇല്ലാത്തവർ പലരും നമുക്കിടയിൽ ഉണ്ടായിരിക്കാം. നമ്മുടെ വേൾഡ് ടെക്നോളജിക്കിടയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഒരുപാട് വെബ്സൈറ്റുകളും ആപ്പുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും വെബ് ഡിസൈനിങ്ങിലും ആപ്പ് ഡിസൈനിങ്ങിലും വളരെ വേക്കൻസിയും കൂടുതലായിരിക്കും. ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും IT ഫീൽഡിലും ടെക് ഫീൽഡിലും ഡിസൈനിങ് ഇൻഡസ്ട്രിയിലും ജോലി സാധ്യതകൾ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് UIUX. ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിന് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് ഒരുപാട് ഡിസൈനിങ് വർക്കുകൾ ആവശ്യമായിട്ട് വരും. ദാറ്റ് മേ ബി ഇറ്റ്സ് ഫീച്ചർ ഡിസൈനിങ്, സ്ട്രക്ചർ ഡിസൈനിങ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ UIUX ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് ഓർ ആപ്പ് ഡിസൈനിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ എന്തായാലും UIUXനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പലർക്കുമുള്ള ഡൗട്ടാണ് UIUX ഒന്നാണോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, UI എന്ന് പറയുന്നത് ഡിസൈനിങ്ങും UX എന്ന് പറയുന്നത് ഡെവലപ്മെന്റും ആണോ എന്നൊക്കെ. സോ എന്തായാലും ഞാനിപ്പോ UIUX എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. UI എന്നാൽ യൂസർ ഇന്റർഫേസ് എന്നാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഫസ്റ്റ് ലുക്കില്ലേ, അതാണ് യൂസർ ഇന്റർഫേസ്. ഒരു യൂസർ ഇന്റർഫേസ് എപ്പോഴും അട്രാക്റ്റീവും യൂണീക്കും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ എടുക്കുകയെന്ന് വിചാരിച്ചു. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസും അലൈൻമെന്റും ഐക്കൺസും ഒക്കെ ഉണ്ടല്ലേ. നേരെ മറിച്ച് നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു സൈറ്റിൽ ചെല്ലുകയാണെങ്കിലോ അവിടെ നമ്മൾ സാധാരണയായിട്ട് എത്തുന്നത് സീരീസും ഫിലിംസും ഒക്കെ കാണാനാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസൈനിങ്ങും അലൈൻമെന്റും ഒക്കെയാണ് വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പോർഷൻസ് ഭംഗിയാക്കി എടുക്കുക എന്നതാണ് UI വരുന്നത്, അതായത് യൂസർ ഇന്റർഫേസിൽ വരുന്നത്. ഇനി UX എന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ് എന്നാണ്. അതായത് ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നാണ് UX നോക്കുന്നത്. ഇവിടെ ഭംഗിയേക്കാൾ ഏറെ യൂസറിന്റെ എക്സ്പീരിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് യൂസർ അതിനെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് ഫംഗ്ഷനിങ് എൻഷുർ ചെയ്യുന്നവരാണ് UX ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. സ്കോപ്പ് ഓഫ് UIUXനെ കുറിച്ച് പറയാം. ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഫേസ് ആണല്ലേ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. മുമ്പ് ഓഫ്ലൈൻ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന പല ബിസിനസ്സുകളും ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ബിസിനസ്സും ഓൺലൈൻ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് തീർച്ചയായിട്ടും വേണം. So we can say the scope of UIUX is very wide. ഡിസൈനിങ്ങിൽ കോഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പഠിക്കാനും വളരെ എളുപ്പമാണ്. ക്രിയേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു UIUX ഡിസൈനർ പൊസിഷനിൽ എത്താൻ സാധിക്കുന്നതാണ്.